ശബരിമല തീർത്ഥാടന കാലത്ത് പമ്പയിലേക്കുള്ള പാതകളിൽ സുരക്ഷാ മുൻകരുതലുകൾ ശക്തമാക്കി മോട്ടോർ വാഹന വകുപ്പ്. തീർത്ഥാടകർ എത്തുന്ന വാഹനങ്ങളിൽ നിയമവിരുദ്ധമായി ഘടിപ്പിച്ചിട്ടുള്ള അതിതീവ്ര വെളിച്ചം നൽകുന്ന ലൈറ്റുകൾക്കെതിരെയാണ് പ്രധാനമായും നടപടി സ്വീകരിക്കുന്നത്. ഇത്തരം ലൈറ്റുകൾ വൻ പാതകളിൽ വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നു എന്ന കണ്ടെത്തലിനെ തുടർന്നാണിത്. മണ്ഡലപൂജയും മകരവിളക്കും അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ദർശനത്തിനായി എത്തുന്ന ഭക്തരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ്. ഇതിനൊപ്പം വാഹന തിരക്കും വർദ്ധിച്ചതോടെ ഇലവുങ്കൽ കേന്ദ്രീകരിച്ച പരിശോധനകൾ ഊർജിതമാക്കിയിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ. ശബരിമലയിലേക്ക് എത്തുന്ന അന്യ സംസ്ഥാന വാഹനങ്ങളിലാണ് പ്രധാനമായും അതിതീവ്രമായ LED ലൈറ്റുകളും സെർച്ച് ലൈറ്റുകളും കണ്ടെത്തിയിട്ടുള്ളത്. നിയമപ്രകാരം അനുവദനീയമല്ലാത്ത ഇത്തരം വെളിച്ചം റോഡ് സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ശബരിമല പാതകൾ പൊതുവെ കുത്തനെയുള്ള കയറ്റങ്ങളും ഇറക്കങ്ങളും കൊടും വളവുകളും നിറഞ്ഞതാണ്. ഇത്തരം പാതകളിൽ എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അതിതീവ്രമായ ലൈറ്റുകൾ ഉപയോഗിക്കുമ്പോൾ മറുവശത്തുള്ള ഡ്രൈവറുടെ കാഴ്ച പൂർണ്ണമായും മറയുന്നു. ഇത് നിയന്ത്രണം വിട്ട വാഹനം കൊക്കയിലേക്ക് മറിയുന്നതിനോ മറ്റ് വാഹനങ്ങളുമായി കൂട്ടിയിടിക്കുന്നതിനോ കാരണമാകുന്നു. അപകട സാധ്യത കണക്കിലെടുത്ത ഇലവുങ്കൽ സോണിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ 10ഓളം സ്ക്വാഡുകളെയാണ് നിയോഗിച്ചിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ പ്രധാന ജംഗ്ഷനുകളിലും വനപാതകളിലും ഈ സ്ക്വാഡുകൾ 24 മണിക്കൂറും നിരീക്ഷണം നടത്തുന്നുണ്ട്. വാഹനങ്ങളിലെ അനധികൃതമായ ലൈറ്റുകൾ അഴിപ്പിക്കുക മാത്രമല്ല, നിയമലംഘനം നടത്തുന്ന ഡ്രൈവർമാർക്കെതിരെ കനത്ത പിഴ ചുമത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാത്രി കാലങ്ങളിലാണ് പരിശോധന പ്രധാനമായും നടക്കുന്നത്. അപകടങ്ങൾക്ക് മറ്റൊരു പ്രധാന കാരണം ദീർഘദൂര യാത്ര കഴിഞ്ഞെത്തുന്ന ഡ്രൈവർമാരുടെ ക്ഷീണവും ഉറക്കവുമാണ്. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് തുടർച്ചയായി വാഹനം ഓടിച്ചെത്തുന്ന ഡ്രൈവർമാർ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നത് വലിയ ദുരന്തങ്ങൾക്ക് വഴിവെക്കാറുണ്ട്. ഇത് ഒഴിവാക്കാൻ ഇലവുങ്കലിൽ ഡ്രൈവർമാർക്കായി പ്രത്യേക വിശ്രമ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ ക്ഷീണിതരായി കാണപ്പെടുന്ന ഡ്രൈവർമാരെ തടഞ്ഞു നിർത്തി അവർക്ക് വിശ്രമിക്കാനും മുഖം കഴുകി ഉന്മേഷം വീണ്ടെടുക്കാനും മോട്ടോർ വാഹന വകുപ്പ് സൗകര്യം നൽകുന്നു. ഡ്രൈവർമാർ വിശ്രമിക്കുമ്പോൾ വാഹനത്തിലെ തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത രീതിയിൽ അവരെ പമ്പയിലെത്തിക്കാൻ മറ്റ് സംവിധാനങ്ങളും വകുപ്പ് ആലോചിക്കുന്നു. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന ട്രാക്ടറുകളും മോട്ടോർ വാഹന വകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. ട്രാക്ടറുകൾ അമിത വേഗതയിൽ ഓടിക്കുന്നതായും അപകടകരമായ രീതിയിൽ സാധനങ്ങൾ കൊണ്ടുപോകുന്നതായും പരാതി ഉയർന്നിരുന്നു. ട്രാക്ടറുകളുടെ ഫിറ്റ്നസ് പരിശോധിക്കുന്നതിനും ഡ്രൈവർമാർക്ക് ബോധവൽക്കരണം നൽകുന്നതിനുമായി 4 പ്രത്യേക സ്ക്വാഡുകളെയാണ് പമ്പയിൽ നിയോഗിച്ചിട്ടുള്ളത്. തീർത്ഥാടകർ നടന്നു പോകുന്ന പാതയോട് ചേർന്നാണ് ട്രാക്ടറുകളും പോകുന്നത് എന്നതിനാൽ അതീവ ജാഗ്രതയാണ് ഇവിടെ പുലർത്തുന്നത്. പരിശോധനകൾക്ക് പുറമെ അപകടങ്ങൾ ഉണ്ടായാൽ ഉടനടി നടപടി സ്വീകരിക്കാനും വകുപ്പ് സജ്ജമാണ്. വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയോ വഴിയിൽ കേടായി കിടക്കുകയോ ചെയ്താൽ ഗതാഗത തടസ്സം ഒഴിവാക്കാൻ ക്രെയിൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ മെഡിക്കൽ സംഘത്തെയും പോലീസിനെയും സഹായിക്കാനുള്ള നിർദ്ദേശവും സ്ക്വാഡുകൾക്ക് നൽകിയിട്ടുണ്ട്. ശബരിമല പാതയിൽ ഒരു വാഹനം തകരാറിലായാൽ പോലും കിലോമീറ്ററുകളോളം ഗതാഗതക്കുരുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ മിനിറ്റുകൾക്കുള്ളിൽ അറ്റകുറ്റപ്പണി നടത്താനോ വാഹനം നീക്കം ചെയ്യാനോ ആണ് ലക്ഷ്യമിടുന്നത്. തീർത്ഥാടകർ യാത്ര തിരിക്കുമ്പോൾ തന്നെ വാഹനങ്ങളുടെ കണ്ടീഷൻ പരിശോധിക്കണമെന്ന് ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുന്നു. അനാവശ്യമായ അലങ്കാര വിളക്കുകൾ ഒഴിവാക്കണമെന്നും തളർച്ച അനുഭവപ്പെടുമ്പോൾ വാഹനം ഓടിക്കരുതെന്നും ഡിപ്പാർട്ട്മെന്റ് അഭ്യർത്ഥിച്ചു. സുരക്ഷിതമായ തീർത്ഥാടനം ഉറപ്പാക്കാൻ ഭക്തരും ഡ്രൈവർമാരും നിയമങ്ങളോട് സഹകരിക്കണമെന്ന് പത്തനംതിട്ട RTO അറിയിച്ചു. മകരവിളക്ക് ദർശനം കഴിഞ്ഞ് തീർത്ഥാടകർ മടങ്ങുന്നതുവരെ ഈ കർശനമായ പരിശോധനകൾ തുടരാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം.